ഞാൻ ചേട്ടാ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോ ആ ഒരു ടൈമില് ഞാൻ ചേട്ടാ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് ബേസിൽ ഇപ്പൊ ഒരു ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂരമ്പല നാളെ ഇറങ്ങിയപ്പോ ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു. ധ്യാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, അതൊക്കെ തമാശക്ക് നമ്മൾ പറയുന്നതല്ലേ, ഇതൊക്കെ ഇത് നമ്മുടെ ബേസിനോട് ചോദിച്ചപ്പം ബേസിനേട്ടൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതെന്ത് തമാശ. അല്ല, ഞാൻ പറയണത് നമ്മള് ഞാനും അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത്. നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ മദ്യപിക്കുമെന്നൊക്കെ എനിക്ക് കുറെ കാലമായിട്ട് കഞ്ചാവാണ്. അപ്പൊ അല്ല, അങ്ങനല്ല, ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഈ രണ്ട് സാധനങ്ങളൊന്നും. അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാൻ തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു അവനൊരു ചെറിയൊരു ഡബ്ബയിൽ എനിക്കൊരു മൂന്നാറിലാറ്റുള്ള സമയത്തറ്റം എനിക്കൊരു നമ്മുടെ ഈ ബോട്ടിലിന്റെ ഒക്കെ ക്യാപ്പിൽ നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അതിൽ ഒഴിച്ചാൽ തന്നെ നല്ല ഫിറ്റ്. അപ്പൊ അങ്ങനെയുള്ള അല്ല, അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കെന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ. അപ്പൊ പിന്നെ അവന്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മൾ. ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല. സ്നേഹമാണ് തയ്യാറായിട്ട് വരുന്നത്. ആ കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ തന്നെ നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഗാനങ്ങളുടെ ട്രൂപ്പിനകത്ത് ഉള്ളൊരു ഭാഗമാണ്. ഓൾറെഡി ഹാഫ് ഞങ്ങള് പ്രണയത്തിലാണ് ഈ സിനിമ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം വേറൊരു പരിപാടിയാണ്. ചോദിക്കാൻ കാരണം വർഷങ്ങൾക്ക് ശേഷം വളരെ ബോൾഡാണ്, ഏജ് കാണിക്കാറ്. ഇപ്പൊ ധ്യാനം സമീപിക്കുന്ന സ്ക്രിപ്റ്റുകൾ അത്തരത്തിലുള്ളതാണ്. അപ്പം അതിനുശേഷം ഒരു കൂടുതൽ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്താൽ മതിയോ എന്നൊരു വിശകലനം ഒന്നും നടത്തിയിട്ടില്ല. അപ്പം ഇതിനുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്തതില്ലെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ചേട്ടനായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്തും ചേട്ടനാണല്ലോ. ചേട്ടന്റെ സിനിമയ്ക്ക് വിളിക്കുന്നു. എന്റെ സിനിമകൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, എന്നെ ചൂസ് ചെയ്യാറാണ് പതിവാണ്. കൂടുതലായിട്ട് അതിനകത്ത് ആത്മാർത്ഥത കൂടുന്നുണ്ടോ? അതെ, ആത്മാർത്ഥ ഇതൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യന്മാരോട് ആത്മാർത്ഥ സ്നേഹമൊക്കെ. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളുമായിട്ട്. അപ്പൊ അദ്ദേഹം ഒരു മനുഷ്യന്റെ ഇത്രയും കാലത്തിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പുള്ളിയൊരു മോശം സിനിമയായിട്ട് വരില്ല എന്നെ ഒരു വിശ്വാസം. നമ്മൾ ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ ടൈറ്റിൽ ഇട്ടിരുന്നു ഈ സിനിമ. പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈറ്റിലാണ്. മഹേഷന്റെ സിനിമകൾക്കൊക്കെ ഉള്ള ടൈറ്റിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ കുറച്ച് മൈൻഡിലൊക്കെ തോന്നുമെങ്കിലും പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് ക്യാരക്ടർ പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്തൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഇതിനകത്ത് ഡയറക്ടർ തന്നെ ഇതിനകത്ത് അഭിനയിക്കണമെന്ന് പറയായിരുന്നതോ ഈ ക്യാരക്ടർ ക്യാപ്റ്റൻ അങ്ങനെ ഉണ്ടാവും? ഈ ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ആ ക്യാരക്ടറിന് പറ്റിയ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡയറക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു. ഞാനൊരു പ്രവാസിയാണ്, അപ്പൊ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത്. അപ്പം പുള്ളി പറഞ്ഞു വരും യു ട്രൈ ഇറ്റ്. ഞാനൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം മഹേഷിന് ഞാനതിന് ഫിറ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു. മഹേഷയോ ഈ ഒരു ക്യാരക്ടർ ചെയ്ത ലീഡോടും തുടർച്ചയായിട്ട് ഒരു ക്യാരക്ടറാണ്. വീണ്ടും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് തോന്നി തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ പേടിയിട്ടുണ്ട്. ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും ഞാൻ കൈ വിളിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്റെ ദൈവമേ, ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ, എബിലിറ്റി തരണേ. സോഫാർ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു. യാതൊരു നെർവസ്നെസ് ഇല്ലാതെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസ് ആണ് അത് എന്റെ അഭിപ്രായം പറയേണ്ടത്. ഐ എം വെരി ഷുവർ ദാറ്റ് they will be happy. അഭിനയിച്ച പോസ്റ്റാർട്സ് എനിക്ക് ആക്ച്വലി അവരുടെ അഭിനയിച്ചപ്പോ എല്ലാവരോടും ഒരു സഹോദര സ്നേഹം ഉണ്ടായി. എല്ലാവരോടും ഇപ്പൊ ആർട്ടിസ്റ്റുകള് ഞങ്ങൾ അവിടെ ഒരു കുടുംബം പോലെയാണ്.
അഭിനയിക്കുന്ന സമയത്ത്. അതിനകത്ത് പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല, ആക്ച്വലി ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷൻ സീൻസോ കോമ്പിനേഷൻ ഒക്കെ ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട് ഹാൻഡിൽ ചെയ്തു. ഓരോ ഇപ്പൊ നാലാമത്തെ ചിത്രമാണ്, ഓരോ സിനിമയും വേണ്ടി ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല സിനിമ നല്ല സെലക്റ്റീവായിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. ഗ്യാപ്പ് ഒരിക്കലും ഒരാള് അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് സിനിമയാണെന്ന് നോക്കില്ല. ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അതൊരു സംഭവിച്ചു പോയാ. ഞാൻ അതിന് മുമ്പ് ഒരു പടം ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ഏറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ചങ്ങാതി പൂച്ച എന്നുള്ള സിനിമ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് എന്ന പ്രൊഡ്യൂസർക്ക് ഞാൻ ഡയറക്ടർ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇനി എന്റെ പടം കഴിഞ്ഞാല് ഈ പടത്തിൽ വർക്ക് ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്ക് ഒരു വാക്ക് കൊടുത്തു, എന്തായാലും ചങ്ങാതി പൂച്ച കഴിഞ്ഞാൽ ഞാൻ നാഗാണ്ട് പടം ചെയ്യുന്ന ശേഷം വേറെ എന്റെ സ്വന്തമായിട്ട് സിനിമ ചെയ്യുമെന്ന് വാക്ക് കൊടുത്തത്. അങ്ങനെ ഞാൻ ചങ്ങാതി പൂച്ച ചെയ്തു. അത് മോശമില്ലാതെ പോയൊരു സിനിമയാണ്. അതിന്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ പുള്ളിക്ക് കുറച്ചൊരു വാക്കുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് എന്റെ പടം ചെയ്യും. അങ്ങനെ അപ്പൊ ഞാൻ സിനിമയിൽ ആരുമല്ല, ഞാൻ കുറെ വർഷം ഇതിൽ അസോസിയേറ്റ് ചെയ്തു. എന്നല്ല, ഞാൻ ഇതിനകത്ത് അഭിവാഹിക്കാൻ ഒരു കടവൊന്നുമില്ല. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എനിക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് സിനിമ വേണം. പക്ഷെ ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് വന്ന ആ പ്രോജക്റ്റ് മാറ്റിയിട്ട് ആ പടത്തിന് പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടാണ് മൈ ബിഗ് ഫാദർ എന്നുള്ള അടുത്ത പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാക്കോച്ചന് ആയിട്ട് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അഡ്വാൻസ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷെ അതിന്റെ ഒരു സമയം വന്നപ്പോ എനിക്ക് ബാക്ക് ടൈം വന്ന ഒരു 6 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയി. അതിനിടയ്ക്ക് തമിഴ് പടം വന്നായിരുന്നു, ഒരു പുതുമുണ്ട് വെച്ചിട്ട്. അതിന്റെ ഷൂട്ടിംഗ് ഒരു മാസം മുമ്പ് ഞാൻ വീട്. അപ്പൊ അതൊക്കെ ഇത് പറഞ്ഞൊക്കെ ഞാൻ മാത്രം വിചാരിച്ചപ്പോ ദൈവങ്ങളും വിചാരിക്കണം ഞാനത് ചെയ്യുന്നോ വേണ്ടെന്ന്. അവിടെയും ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും ട്രൈ ചെയ്ത അടുത്ത പടം വന്നത് അഭിജ്ഞാൻ 3-ാമത്തെ 2013. അത് വിചാരിച്ച പോലെ പോകാത്തൊരു സിനിമ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അത് ആരും കണ്ടാൻ വഴിയിലാണ്. ഒരു മെയ് 30 അതുപോലെ റിലീസ് ചെയ്തു. പക്ഷെ അത് ഭയങ്കര മഴയായിരുന്നു. അവിടെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചാനലുകളിൽ വരുമ്പോഴത്തേക്ക്, സൂര്യ ടിവിയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു 5-6 കോളുകൾ വരും. അതിന്റെ നമ്പർ കൊടുത്തു. അപ്പോഴെനിക്കറിയാം ഈ സിനിമ ചാനൽ പറഞ്ഞു. അത് കണ്ടിട്ട് വിളിക്കുന്നവരാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, കുറച്ച് സിനിമ വിട്ടു. അതിനിടയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ധ്യാനമായിട്ട് ഇങ്ങനെ കഥകൾ വന്നു. പക്ഷെ ആ സമയം ഒന്നും നടന്നില്ല. ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ പോയി സമീപിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഫ്രാങ്കായിട്ട്. എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് അധികം എനിക്കധികം പരിചയമില്ലാത്ത വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ ചെല്ലുമ്പോഴത്തെ പഴയ ഡയറക്ടർ എന്നും പറയുന്നൊരു ഉണ്ട്. പക്ഷെ ഞാൻ ദേവനായിട്ട് എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടാകത്തായിരുന്നു ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ ചേട്ടാ കൂടുതൽ ദിവസം തരാൻ എന്റെ ഇല്ല, കാരണം ഉള്ള ദിവസം പിഴിഞ്ഞ് എനിക്ക് തന്നാണ്. തിരക്കിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ട് പുള്ളി എനിക്ക് അതിനിടയ്ക്കൊന്ന് തരാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നാണ് ഡേറ്റ്. അങ്ങനെയാണ് ഈ പടം ഇപ്പൊ നടന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഡേറ്റ് എനിക്ക് ഒരുപാട് വേണമെന്ന് ചിലപ്പോൾ ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രകാശം തന്നിട്ടേ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എനിക്ക് നല്ലോണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. രാത്രി ഉറങ്ങാതെ കാരണം ഇവരുടെ ക്യാരക്ടർ പാടുന്ന ക്യാരക്ടറായിട്ട് അതിനകത്ത് അങ്ങനെ. പക്ഷെ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് പരാതി പോലെ എന്നോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് ഒരു ദിവസം കണ്ടു, വേറെ പടത്തിൽ സെറ്റ് ചെയ്തത് ചേട്ടൻ 15 ദിവസത്തെ ഡേറ്റ് വെച്ചാൽ ഞാൻ തരുവാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചുവരവ് ഞാൻ മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവരും കാക്കയ്ക്ക് അനുഭവിച്ച കുഞ്ഞാണല്ലോ. എനിക്കത് പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ സബ്ജക്റ്റാണ് തോന്നി. അതിൽ എന്നോട് സഹകരിച്ചവരെല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. നന്നായി വരുമെന്നൊരു വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ വിലയിരുത്തപ്പെടേണ്ടതാണ് എങ്ങനെയാണ്.